മക്കൾക്ക് ഈ കൂടോത്രോ മന്ത്രവാദത്തിലൊക്കെ വിശ്വാസം ഉണ്ടാടാ? എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അതൊക്കെ ഈ ചുമ്മാ ഈ കള്ളന്മാര് പറഞ്ഞുണ്ടാക്കണേ. അമ്മയ്ക്കേ നമ്മളെ വീട്ടിന്റെ നടേന്നേ കുങ്കുമം തേച്ച 2 നാരങ്ങ കിട്ടി. അതിന്റെ ഒരു നാരങ്ങയുടെ വെള്ളമാണ് നീ ഇപ്പൊ കുടിക്കണത്. അടുക്കളയില് സ്റ്റാർ ഓം വരച്ച് 5 മുട്ട ഇരിക്കണുണ്ട്. എന്തൊരു കുങ്കുമൊക്കെ തേച്ചൊരു നൂലൊക്കെ കെട്ടി വെച്ചേക്കണ്. അത് ഏത് കോഴിയിട്ട മുട്ട? അതാ അത് നമ്മളെ കന്നിമൂലയിൽ ആരാ കൊണ്ടുവച്ചിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം ഞാൻ നേരത്തെ വെച്ചത്. എന്നിട്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ വെറും അന്ധവിശ്വാസമാണ് അമ്മ. അയാൾക്കൊന്നും ഇല്ലെന്ന്. ഇല്ലടാ, അമ്മച്ചിപ്പൊ ചെറുതായിട്ട് പൂർവ്വജന്മ ഓർമ്മ പറഞ്ഞു. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ പറഞ്ഞ കേട്ടാ. കഴിഞ്ഞ ജന്മത്തിലേ ഞാൻ അരണയായിരുന്നു കേട്ടോ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് തിരിച്ചു വിടാൻ വിട്ടു. എങ്ങനെ മരിച്ചു? പെട്രോളിന് ഇത്രയും വില പറഞ്ഞപ്പോ നീ മണ്ണെണ്ണ കുടിച്ച് മരിക്കാൻ പോയി എന്തറിഞ്ഞു? ചേട്ടാ പൂർവ്വജന്മത്തിൽ എന്തരായിരുന്നു? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വവ്വാൽ എന്തരായിരുന്നു ചേട്ടാ. എന്നെ എല്ലാരും അൽ മുഹമ്മദ് വവ്വാൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ പേര് എങ്ങനെ കിട്ടി? ഞാൻ ഒരു വലിയ മരത്തിന്റെ കൊമ്പിലെ തല കീഴായിട്ട് തൂങ്ങി റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നേ. അപ്പോഴേക്കും ഒരു ഒയറ് പോലത്തെ വള്ളി എന്റെ കണ്ണിന്റെ അവിടെ വന്നിരുന്നു. ഞാൻ വള്ളി അങ്ങ് വെട്ടിവിട്ട്. അതിനുശേഷം അൽ മുഹമ്മദ് വവ്വാൽ എന്നാണ് വിളിക്കണം. എന്നാ മുഹമ്മദ് വവ്വാലിങ് വന്നാണ് ഈ കുണ്ടിന്റെ തിരി എത്തുന്നില്ല. അത് തീപ്പെട്ടി ആയോണ്ടാണ് ചേച്ചി. ഇതാണ്ട് ഈ ലൈറ്റ് ഇട്ട് കത്തിച്ചാണ്. അയ്യോ ചേച്ചി, ഇതിൽ അലൻ ജോസ് പെരേര ചേച്ചി. അല്ലടാ, നിന്റെ കുഞ്ഞമ്മേരെ മാപ്പള.